نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عذاب ربك لواقع ما له من دافع يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ, ഈ രണ്ട് പേരുകൾ കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാരും അവരുടെ മുൻഗാമികളും എല്ലാ അർത്ഥത്തിലും അവർക്ക് മാതൃകയുള്ള ആളുകളുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം, അവരുടെ ജീവിതം എല്ലാം ഒരു വെളിച്ചമാണ്. എന്താണ് അവരുടെ സ്ഥാനം എന്നറിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ സഹാബിമാർ തമ്മിലുണ്ടായ സംസാരത്തെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്. കുന്നാ നഖൂലു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, അഫ്ളലു ഉമ്മത്തി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽ, ഈ സമൂഹത്തിൽ ഏറ്റവും അഫ്ളൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബഅദഹു അബൂബക്കർ, അദ്ദേഹത്തിന് ശേഷം അബൂബക്കറാണ്. സുമ്മ ഉമർ, സുമ്മ ഉസ്മാൻ, പിന്നെ ഉമറാണ്, പിന്നെ ഉസ്മാനാണ്. ഞങ്ങൾ ഇങ്ങനെ എണ്ണാറുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശരിവെക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഏറ്റവും ഉത്തമരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ രണ്ടുപേരെയും അതിയായി സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. ദാറുസ്സലാസിൽ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞയക്കണം.
ഇപ്പൊ വലിയ ഒരു സൈന്യത്തിന്റെ നേതാവായിക്കൊണ്ട് അതിന്റെ വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ചെന്നു. ഫഖുൽതു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ഈ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോടാണ് മറ്റാരേക്കാളും ഇഷ്ടമെന്ന ഒരു ധാരണയിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കാണ്, പ്രവാചകരെ, ജനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മിന റിജാൽ, ഞാൻ ചോദിച്ചത് പുരുഷന്മാരുടെ കാര്യത്തിലാണ്, അതിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയാണ് എനിക്കിഷ്ടം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ പറയാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ പേരുകൾ ഇങ്ങനെ എണ്ണിയ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും പേര് നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്ഥാനം അവർക്ക് വെറുതെ ലഭിച്ചതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, അവരെ സ്നേഹിക്കുന്നത് ഓരോ വിശ്വാസിയുടെ മേലും ബാധ്യതയുള്ള കാര്യമാണ്. അവരെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്കും ബാധ്യതയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ സ്നേഹിച്ചാൽ അവരെ നമ്മളും സ്നേഹിക്കണം. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മാത്രം പറഞ്ഞു, ഹുബ്ബു അബീബക്കർ വ ഉമർ വമഅരിഫതു വദലുഹുമാ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഇഷ്ടപ്പെടലും അവരുടെ ഫളലുകൾ മനസ്സിലാക്കുന്നതും മിനസ് സുന്ന, അത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. ഇനി സുന്നത്ത് മാത്രമാണോ? അല്ല. പ്രഗൽഭ പണ്ഡിതൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹം പറയാണ്, അന്ന സലഫ്, തീർച്ചയായും മുൻഗാമികൾ, കാനൂ യുഅല്ലിമൂന ഔലാദഹും, മുൻഗാമികളായ ആളുകൾ അവരുടെ മക്കളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, ഹുബ്ബു അബീബക്കർ വ ഉമർ, അബൂബക്കറിനോടും ഉമറിനോടും ഇഷ്ടം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പഠിപ്പിക്കും. ഏതുപോലെ? കമാ യുഅല്ലിമൂനഹും അസ്സൂറ സുവരി മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പറഞ്ഞു കൊടുക്കും. അബൂബക്കർ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാട്ടോ, ഉമർ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ഇങ്ങനെ മുൻഗാമികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. കാരണം അവരുടെ നേതാക്കന്മാരാണ്, അവരുടെ മുൻഗാമികളാണ്, അവർക്കുള്ള വഴി തെളിയിച്ച ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ താബിഈ പണ്ഡിതനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെടുകയാണ്, ഹൽ ഹുബ്ബ അബീബക്കർ വ ഉമർ സുന്നഹ്, അബൂബക്കറിനോടും ഉമറിനോടും ഇഷ്ടം വെക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമാണോ? അദ്ദേഹം പറയാണ്, ലാ, അല്ല, ബൽ ഫരീദ, അത് ഫർളായ ഒരു കാര്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമറിനോടും ഇഷ്ടം വെക്കൽ ഫർളായ ഒരു കാര്യമാണ്. അതിന് കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവർ സ്വർഗ്ഗാവകാശികളാണ്. കേവലം ഒരു വ്യക്തിയല്ല, അവര് നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വിഷയത്തിൽ എടുത്തു പറഞ്ഞ കുറെ കാര്യങ്ങൾ, എടുത്തു പറഞ്ഞ കാര്യം, ജീവിച്ചിരിക്കെ അവർ ആ ഒരു സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിൽ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിലാവട്ടെ അതിന്റെ നടുവിൽ ഒരു കിണറുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിലേക്ക് കയറി. അദ്ദേഹം പറയാണ്, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കയറി. ആ തോട്ടത്തിന് ചുറ്റും വാതിലുകളുണ്ട്, അല്ലെങ്കിൽ അതിന് മുഴുവൻ ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അതിര് വെച്ചിട്ടുണ്ട്. അതിനാകട്ടെ ഒരു വാതിലുണ്ട്. ആ വാതിൽ തുറന്നാൽ മാത്രമാണ് ആ തോട്ടത്തിലേക്ക് കയറാൻ കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാനും വന്നിരുന്നു, പ്രവാചകന്റെ ഒരു കാവൽക്കാരനെ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ തോട്ടത്തിന്റെ വാതിലിൽ ഒരു മുട്ടൽ കേൾക്കുന്നു.
അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശബ്ദം കേട്ടപ്പോൾ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന. ആ വന്ന ആൾക്ക് വേണ്ടിയിട്ട് ആ വാതിൽ തുറന്നു കൊടുക്കും. അവരോട് നിങ്ങൾ പറയണം ഒരു സന്തോഷ വാർത്ത, അവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആ വാതിലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആരായിരിക്കും ആ ഭാഗ്യവാൻ? ആ ആകാംക്ഷയോടുകൂടി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. തന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഫഹമിദല്ലാഹ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞു വീണ്ടും ശബ്ദം കേൾക്കണം, ആരോ വാതിൽ മുട്ടുന്നത് പോലെ. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ വാചകം പറഞ്ഞു, ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന. അദ്ദേഹത്തിന് നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കും, അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തകൾ അറിയിച്ചു കൊടുക്കും. വീണ്ടും അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെല്ലുന്നു. ആകാംക്ഷയോടുകൂടി വാതിൽ തുറക്കുമ്പോൾ അവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരും. അദ്ദേഹത്തോടും ഇതേ വാചകം പറഞ്ഞു, ഫഹമിദല്ലാഹ്. അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചരിത്രം കുറച്ച് വിശാലമായ ചരിത്രമാണ്. പക്ഷേ ഇതിന്റെ തുടക്കത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. കേവലം ഈ വിഷയത്തിൽ മാത്രമല്ല, അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരിയ്ക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്നിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. എത്ര വലിയ ഭാഗ്യവാന്മാർ! അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടുപേരുടെയും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കുമ്പോൾ സഹാബത്ത് പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിലേക്ക് നോക്കുമ്പോൾ പ്രവാചകന്റെ വലതുഭാഗത്തുണ്ടാകും, പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുഭാഗത്തേക്ക് നോക്കിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. എല്ലാ സദസ്സുകളിലും എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സ്വർഗ്ഗത്തിലാണെന്ന് മാത്രമല്ല, സ്വർഗ്ഗത്തിലെ നേതാക്കന്മാരാണ്. എത്രത്തോളം എന്നാൽ അബൂബക്കർ വ ഉമർ സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്ന. അബൂബക്കറും ഉമറും സ്വർഗ്ഗത്തിലെ മധ്യവയസ്കന്മാരുടെ നേതാക്കന്മാരാണ്. എത്രത്തോളം എന്നാൽ മിനൽ അവ്വലീന വൽ ആഖിരീന മാ ഖല നബിയ്യീന വൽ മുർസലീൻ. പ്രവാചകന്മാർ കഴിഞ്ഞാൽ, നബിമാരും റസൂലുകളും കഴിഞ്ഞാൽ, പിന്നെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ആളുകൾ നോക്കിക്കഴിഞ്ഞാലും അബൂബക്കറും ഉമറിനും ഉള്ള സ്ഥാനം വേറെ ആർക്കും ഉണ്ടാവില്ല. പ്രവാചകന്മാർ കഴിഞ്ഞാൽ, പ്രവാചകന്മാർ റസൂലുകളും നബിമാരും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്ഥാനം ഈ ഉമ്മത്തിൽ മാത്രമല്ല, മുൻഗാമികളാവട്ടെ പിൻഗാമികളാവട്ടെ എല്ലാവരിലും ഏറ്റവും വലിയ സ്ഥാനം അവർക്കുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവരുടെ ഒരു പ്രത്യേകത കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തെന്നറിയോ? ഇന്ന അഹ്ലദ് ദറജാത്തിൽ ഉല, സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ ഭാഗത്തിരിക്കുന്ന ചില ആളുകളുണ്ട്, സ്വർഗ്ഗത്തിലെ ഉയർന്ന പദവി. യറാഹും മൻ അസ്ഫല മിൻഹും, ആ മുകളിലുള്ള ആളുകൾ ഇങ്ങനെ താഴെയുള്ള ആളുകൾ അങ്ങനെ കാണും. ഏതുപോലെ എന്നറിയോ? കമാ യുറൽ കൗകബു ത്വാലിഉ ഫിൽ ഉഫ്കി മിൻ ആഫാഖിസ് സമാ. ഭൂമിയിലുള്ള ആളുകൾ ആകാശത്തുള്ള മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുന്നത് പോലെയായിരിക്കും അത്. അഥവാ താഴെ പദവിയിലുള്ള ആളുകൾ ഉയർന്ന പദവിയിലുള്ള ആളുകളെ കാണുന്നത് അത്രയും വ്യത്യാസത്തിലായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്ന അബൂബക്കറിൻ വ ഉമറ മിൻഹും വ അൻഅമ. അബൂബക്കറും ഉമറും ആ ഉന്നതമായ ഭാഗത്തുള്ള ആളുകളായിരിക്കും. അവർ അതിന് യോജിച്ചവരാണ്, അവരത് നേടിയെടുക്കാൻ കഴിഞ്ഞ ആളുകളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളെ കുറിച്ച് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻത മിൻഹും. ആ 8 കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാണ്, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സ്വർഗ്ഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെട്ടു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗ്ഗം കാണിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഓരത്തു കൂടി പോകുന്നതിനെ കുറിച്ച് ഹദീസിൽ കാണാൻ പറ്റും. അതിന്റെ ഓരത്തു കൂടി നബി ഇങ്ങനെ നടന്നു പോകുക. അവിടെ ഒരു തടാകം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തടാകത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തല ഉയർത്തി നോക്കുമ്പോൾ ഒരു വെള്ള കൊട്ടാരം അവിടെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, ലി ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഉമറിനുള്ളതാണ്, അത് ഉമറിനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പിറ്റേ ദിവസം ഈ കാഴ്ച കണ്ട് സഹാബത്തിന്റെ അടുക്കിലേക്ക് വന്ന് സഹാബത്തിനോട് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സംഭവം ആലോചിക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാചകം ഇങ്ങനെ പറയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ കണ്ട കാഴ്ചയിൽ ഉമറിനുള്ള കൊട്ടാരം കൂടി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, ഞാൻ ആ കൊട്ടാരത്തിലൊന്ന് കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഉമറിന്റെ ഗീറത്ത് ആലോചിച്ചപ്പോ, ഉമറിന്റെ അഭിമാനരോഷം ആലോചിച്ചപ്പോ ഉമറിനെങ്ങാനും ദേഷ്യം വരുമോ എന്ന കാരണത്താൽ ഞാൻ അങ്ങോട്ട് കയറിയില്ല, ഞാൻ തിരിച്ചു പോന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ സദസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് നീങ്ങി നിന്നു. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിങ്ങളോട് ദേഷ്യം വെക്കോ? ഞാൻ നിങ്ങളോട് ദേഷ്യം വെക്കോ? അവിടെ അദ്ദേഹം സ്വർഗം കിട്ടിയോ എന്നതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടോ, ഞാൻ അങ്ങനെയെങ്ങാനും പ്രവാചകനോട് പെരുമാറുമോ എന്നൊരു പേടി. അതായിരുന്നു നമ്മുടെ മുൻഗാമികളായ ഈ രണ്ടു പേരുടെയും ജീവിതം. പ്രിയപ്പെട്ടവരെ, ഇവർ സ്വർഗാവകാശികളാണ്, ഇവർക്ക് മഹത്വമുണ്ട്, ഇവർക്ക് ഫളിലുണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ട് ഇവർക്ക് സ്വർഗം കിട്ടി? എന്തുകൊണ്ട് നമ്മളെക്കാൾ ഇവർക്ക് സ്ഥാനമുണ്ട്? എന്തുകൊണ്ട് ഇവർക്ക് ഉന്നതമായ പദവികൾ അലങ്കരിക്കാൻ കഴിഞ്ഞു? അതിനുള്ള ചില കാരണങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാരണം, അവർക്ക് സ്വർഗം കിട്ടാനുള്ള ഒന്നാമത്തെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വിശ്വാസപരമായ മുഴുവൻ കാര്യങ്ങളും, അതിൽ എല്ലാ അർത്ഥത്തിലും അത് വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസത്തിന്റെ ആഴമായിരുന്നു. അതിന് ഒരു തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്. ഒരു സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഒരു സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സഹാബത്തിനോട് പറയാണ്, ബൈന റജുലുൻ യസൂഖു ബഖറ, ഒരു മുൻഗാമികൾ കഴിഞ്ഞുപോയ ഒരു മനുഷ്യനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അയാളുടെ കയ്യിൽ ചില പശുക്കൾ ഉണ്ടായിരുന്നു. ആ പശുക്കളുമായിട്ട് അയാൾ ഇങ്ങനെ കൃഷിപ്പണിയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഈ പശുക്കളെയും കൊണ്ട് പോകുന്ന സമയത്ത് ആ മനുഷ്യൻ ഈ പശുവിന്റെ മുകളിലേക്ക് കയറി. ഫളറബഹ, അതിന്റെ മുകളിലേക്ക് കയറിയെന്ന് മാത്രമല്ല, അതിനെ അടിക്കാൻ തുടങ്ങി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാം. ഉടനെ ആ പശു പറയണം, ഫഖാലത്, ആ പശു പറഞ്ഞു, ഇന്നാ ലം നുഖ്ലഖ ലിഹാദാ, ഞങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല, ഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർസ്, കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, അതാ നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്. ഫഖാലന്നാസ്, അപ്പൊ ജനങ്ങൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തകല്ലം, പശു സംസാരിക്കേ? ആളുകൾ ചോദിക്കുക, പശു സംസാരിക്കോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നീ ഊമിനു, തീർച്ചയായും ഞാനത് വിശ്വസിക്കുന്നു, ബിഹാദാ, ഈ കാര്യത്തിൽ, അന വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറയുമ്പോൾ ആ സദസ്സിൽ അബൂബക്കറുമില്ല, ഉമറുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനൊരു സംഭവം എനിക്ക് കാണിക്കപ്പെട്ടു, ഞാൻ അതിൽ വിശ്വസിക്കുന്നു, അബൂബക്കറും ഉമറും വിശ്വസിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഏതൊരു ആദർശത്തിന്റെ വിഷയത്തിലും സമിഅനാ വ അതഅനാ, അത് പറഞ്ഞവരാണ് മുൻഗാമി, അബൂബക്കറും ഉമറും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ശത്രുക്കൾ വന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ ചോദിക്കുന്നുണ്ട്, മുഹമ്മദേ, നീ ഈ പറഞ്ഞതൊക്കെ സത്യ? അവർക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് ഏകദേശം ഒരു മാസത്തെ ദൈർഘ്യമുണ്ട്.
1 മാസത്തോളം ദൈർഘ്യമുള്ള സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് പോയി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അവരിൽ പല ആളുകൾക്കും സംശയമായി. അതുകൊണ്ടാണ് ശത്രുക്കൾ കിട്ടിയ അവസരം ഇസ്ലാമിനെ അടിക്കാൻ, പ്രവാചകനെ വിമർശിക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും വിളിച്ചുകൂട്ടാം. ഇതെല്ലാവരോടും പറയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പറയും, എല്ലാവരോടും പറയാ, റെഡി. ഈ വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു ശത്രുവായ കാഫിറായ ഒരു മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഓടുന്നുണ്ട്. എന്തിനാണ് അബൂബക്കറിന്റെ അടുക്കിലേക്ക് ഓടുന്നത് അറിയോ? പ്രവാചകൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം അബൂബക്കർ. അബൂബക്കർ ഇത് വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു സമാധാനമാണ് ഇല്ല. ഈ ശത്രുവായ മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അബൂബക്കർ നീ അറിഞ്ഞോ മുഹമ്മദിന്റെ പുതിയ വാദം? അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, എന്താ? അയാൾ പറയാണ്, മുഹമ്മദ് പറയുന്നു ഇന്നലെ രാത്രിയുടെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാ പറയണേ. ആകാശത്തേക്കൊക്കെ പോയിട്ടുണ്ടത്രേ. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടാണോ വരുന്നത്, അതല്ല വേറെ ആരെങ്കിലും പറഞ്ഞതാണോ? അയാൾ പറഞ്ഞു, ഞാൻ നേർക്ക് നേരെ കേട്ടിട്ടാ വരുന്നത്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാ ഞാൻ വിശ്വസിച്ചു. വേറെ ഒരാൾ പറഞ്ഞു, അതിൽ ചിലപ്പോൾ വിശ്വാസക്കുറവുണ്ടാകും. പക്ഷെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചു. അയാൾ വീണ്ടും ചോദിക്കുക, അതത് വിശ്വസിക്കുന്നുണ്ട്? യാത്രയുടെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വീണ്ടും പോയി വന്നു, അത്രയും ദൂരം പോയി വന്നു, ഇതൊക്കെ വിശ്വസിക്കുക? ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അതിലും വലുത് ഞാൻ വിശ്വസിക്കുന്നത് മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നും ഖബറിൽ വിചാരണ ഉണ്ടെന്നും ദീനിന്റെ ഓരോ കാര്യങ്ങളും വിശ്വസിക്കുന്ന എനിക്ക് ഇത് വിശ്വസിക്കാൻ എന്താ തടസ്സമുള്ളത്? അതായിരുന്നു അവരുടെ വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പോകൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവും അവർക്കുണ്ടായിരുന്നു. അവർക്കിഷ്ടമായിരുന്നു. അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഒരു വിജയത്തിന്റെ രഹസ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചവര്. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ ഒരു യാത്രയെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തിരിക്കുമ്പോ, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു വേഗം മുന്നിലൂടെ ഓടാൻ തുടങ്ങും. കുറച്ചു കഴിഞ്ഞ് നേരെ പ്രവാചകന്റെ വലതുഭാഗത്തേക്ക് വന്നു നിൽക്കും. പ്രവാചകന്റെ പിന്നിലേക്ക് ഓടും. പ്രവാചകന്റെ ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ പ്രവാചകനെ മുഴുവനായി വലയം ചെയ്യുന്നൊരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ എന്താ നിങ്ങൾ ചെയ്യണത്? നിങ്ങൾ എന്താ കുറെ മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ പോകുന്നെന്താ? ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാന്റെ റസൂലേ, ഞാനിങ്ങനെ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ എന്റെ മനസ്സിൽ ചിലപ്പോൾ തോന്നും മുന്നിലൂടെ ശത്രുക്കൾ വരുന്നുണ്ടെങ്കിലോ, അപ്പൊ ആ ശത്രുക്കൾ ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലും. അപ്പോഴെനിക്ക് തോന്നും ചിലപ്പോൾ പിന്നിലൂടെ വന്നാലോ, അപ്പൊ ഞാൻ വേഗം പിന്നിലേക്ക് ചെല്ലും. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മുഴുവനായി സ്നേഹിക്കാൻ തന്റെ എല്ലാം മാറ്റിവെച്ച ആളുകൾ അവരാണ് ഈ പറയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായത്. തന്റെ മക്കളെക്കാളും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടു. ബദർ യുദ്ധം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ബദർ യുദ്ധത്തിന്റെ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ശത്രുക്കളുടെ ഭാഗത്താ, മുശ്രിക്കുകളുടെ ഭാഗത്താ. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണം. ഇസ്ലാം സ്വീകരിച്ചിട്ട് വാപ്പയും മകനും തമ്മിലുള്ള ഒരു സംസാരമുണ്ട്. ചരിത്രത്തിൽ കാണാൻ പറ്റും. മകനായ അബ്ദുറഹ്മാൻ വാപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഉപ്പാ, ബദർ യുദ്ധത്തിൽ ഞാൻ നിങ്ങളെ കണ്ടിരുന്നു, പക്ഷേ ഞാൻ നിങ്ങളെ കണ്ടപ്പോ മാറിങ്ങനെ പോവുക ചെയ്തത്. എന്റെ വാപ്പയല്ലേ, വെറുതെ വിട്ടതാ. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഒരു വിശ്വാസി എന്തായിരിക്കണം ഈ ദീനിന്റെ വിഷയത്തിൽ എന്നുള്ളത് പറയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ, ഞാൻ നിന്നെ തെരഞ്ഞു നടക്കായിരുന്നു. ആ യുദ്ധത്തിന്റെ സാഹചര്യത്തിലെങ്ങാനും നീ എന്റെ മുന്നിൽ പെട്ടിരുന്നെങ്കിൽ എന്റെ വാളിന് നീ ഇരയാകുമായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ദീനിനോടാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അവിടെ വാപ്പയെന്നോ മകനെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ കുടുംബമെന്നോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധബന്ദികളെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, ഓരോ ബന്ദിയെയും അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ തലവെട്ടിക്കളയണം. കാരണം ഇസ്ലാമിനെതിരെ നിന്ന ആളുകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വാളോങ്ങിയ ആളുകളാണ്. ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലായി പറയുന്നത്, അല്ലാതെ ഓരോ സമയത്തും ചെയ്യണമെന്ന അർത്ഥത്തിലല്ല. പ്രിയപ്പെട്ടവർ, അവിടെയാണ് ഈ പറഞ്ഞ അബൂബക്കറും ഉമറും ഒക്കെ നമ്മുടെ നേതാക്കന്മാരായും നമ്മുടെ വഴികാട്ടികളായും മാറുന്നത്. എന്തിനേറെ അവർ ദീനിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരുടെ ഒരു ഇറക്കുണ്ട്. തബൂക്ക് യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏകദേശം അവസാന കാലഘട്ടത്തിൽ നടന്ന ഒരു യുദ്ധമാണ്. വല്ലാതെ പ്രയാസപ്പെട്ടു മുസ്ലിംകൾ. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് ഏകദേശം 700 കിലോമീറ്ററോളം യാത്രയുണ്ട്. സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി പറഞ്ഞു, ആ യുദ്ധത്തിന് പോകാനും അതിന്റെ വാഹന സൗകര്യത്തിനും അതിന്റെ ഭക്ഷണ സൗകര്യത്തിനൊക്കെ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇങ്ങനെ കൊണ്ടെടുക്കണം, ഇത്തവണ ഞാൻ എന്തായാലും അബൂബക്കറിനെ പരാജയപ്പെടുത്തും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഇതാ എന്റെ ഓഹരിത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്താ ബാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, ദാ ഇതുപോലുള്ള ഒരു പകുതി എന്റെ കുടുംബത്തിനുണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാത്തുക. കുറച്ചു കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന സമയത്ത് അദ്ദേഹം തന്റെ സമ്പത്ത് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, അബ്ഖൈതു ലഹുമുല്ലാഹ് വറസൂലുഹു, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് അല്ലാഹുവിനും റസൂലിനും മാത്രമാണ്, ബാക്കിയെല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ലാ അസ്ബിഖുഹു ഇലാ ശൈഇൻ അബദ, അല്ലാഹുവാണ് സത്യം, അബൂബക്കർ നിങ്ങൾ എനിക്ക് ഒരിക്കൽ പോലും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവരുടെ മത്സരമായിരുന്നു ആരാണ് കൂടുതൽ സമ്പാദിക്കുക എന്നതല്ല, ആരാണ് ഏറ്റവും കൂടുതൽ ദീനിനു വേണ്ടി കൊടുക്കുക, ആരാണ് ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യുക, ആരാണ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുക. ഈ ഒരു ബോധ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ദീനിന്റെ കാര്യത്തിൽ ഓരോന്നും ധാരാളമായിട്ട് പഠിക്കാനും അറിയാനും പരിശ്രമിച്ചു. അവരൊക്കെ ദീനിന്റെ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായോ ഇല്ലയോ എന്ന ചർച്ചയിൽ ഒരൊറ്റ ആയത്തിൽ അവിടെ നിർത്തി. വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് ഓതുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന് പറയുന്ന ആയത്ത് ഓതുക. മുഹമ്മദ് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പോലുള്ള ഒരു പ്രവാചകൻ മാത്രമാണെന്ന ആയത്ത്. ഈ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഓതിയിട്ട് ഈ സംഭവത്തെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആൾ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. കാരണം എല്ലാവരും ഹാഫിളീങ്ങളാണ്, ഖുർആനിന്റെ വിഷയത്തിൽ അവഗാഹമുള്ളവരാണ്. പക്ഷെ അവരെല്ലാം മറന്നുപോയിട്ടും അവരിൽ അശ്രദ്ധമായ ഒരു കാര്യം ഉണ്ടായിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് ഓർത്തു വെച്ചു. ഖുർആനിന്റെ വിഷയത്തിൽ അത്രയും അവഗാഹം അവർക്കുണ്ടായിരുന്നു. അത് മാത്രല്ല, ഖുർആനിന്റെ ആയത്ത് കേട്ടാൽ അവിടെ നിൽക്കൂര്. അവരുടെ ജീവിതത്തെ അത് സ്വാധീനിച്ചിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പലപ്പോഴും രാത്രികളിൽ ഇങ്ങനെ ഇറങ്ങും, തന്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആരോ ഒരാൾ രാത്രി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല സുന്ദരമായ ഖിറാഅത്ത് ഇങ്ങനെ കേൾക്കുക. ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി അടുത്തേക്ക് പോയി ആ ആയത്ത് കേൾക്കാനും സൂറത്ത് കേൾക്കാനും. വിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്തു തൂറാണ് ആ ഒരു സ്വഹാബി ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ സ്വഹാബിയുടെ ഖിറാഅത്തിൽ ലയിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്വഹാബി ഓതിയ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ ഈ സ്വഹാബി ഓതണം, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ
ദാഫിഅ. ഈ ഒരു ആയത്ത് ഈ സ്വഹാബിയോടാണ്. ഇത് കേട്ടതും ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങിയെന്നാണ്. എത്രത്തോളം എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഓതിയിട്ട് അദ്ദേഹത്തിന് തന്റെ ബോധം നഷ്ടപ്പെട്ടു വീഴുക. ചരിത്രത്തിൽ കാണാൻ പറ്റും. ബോധം തിരിച്ചു വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നു. ദിവസങ്ങളോളം ഉമറിനെ രോഗിയാക്കി ആയത്തായിരുന്നു അത്. ദിവസങ്ങളോളം ഉമർ റളിയല്ലാഹു അൻഹുവിനെ രോഗിയാക്കി. എന്താണ് ഈ ആയത്ത് എന്നറിയോ? ഇന്ന അദാബ റബ്ബിക ലവാഖി. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുന്നത് തന്നെയാണ്. നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുന്നത് തന്നെയാണ്. മാലഹു മിൻ ദാഫിഅ. അത് തടുക്കുവാൻ ആർക്കും സാധിക്കൂല. ഈ ഒരായത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളെ കരയിപ്പിച്ചു, അവരെ രോഗിയാക്കി, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാനുണ്ട് ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച്, ഉമറിന് പറയാനുണ്ട് ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച്. നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം പറയട്ടെ. ഈ അബൂബക്കറും ഉമറും കയറിയ സ്വർഗത്തിലേക്കാണ് നമ്മളും കയറാത്തത്. ഈ ആയത്ത് എത്രയോ തവണ നമ്മളും കേട്ടിട്ടുണ്ട്. നമ്മുടെ ഖൽബ് പടച്ചിട്ടില്ല. എത്രയോ ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിന് മാറ്റം വന്നിട്ടില്ല. ഇവർ കയറിയ സ്വർഗത്തിലേക്കാണ് നമ്മൾ കയറാനുള്ളതെങ്കിൽ ഇവർക്ക് പറയാനുണ്ട് ഖുർആനുമായിട്ടുള്ള ബന്ധം. നമുക്ക് പറയാനുണ്ടോ ഖുർആനിനോടുള്ള ബന്ധം? എന്തൊരു ബന്ധം നമുക്കുള്ളത്? കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഖുർആനിന്റെ ഒരു കോപ്പി എടുത്തിട്ട് ഒരു ഖുർആൻ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഇതൊന്ന് ഓതോന്ന് ചോദിച്ചാലേ പ്രിയപ്പെട്ട സഹോദര, നമ്മളിൽ എത്ര ആളുകൾക്ക് അത് കൃത്യമായിട്ട് ഓതി കൊടുക്കാൻ കഴിയും? അതിന്റെ അർത്ഥം പോട്ടെ, അതിന്റെ വിശദീകരണം പോട്ടെ. ആ ഖുർആൻ ഓതാൻ പോലും അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ നാളെ പരലോകത്ത് ഉമർ കയറിയ സ്വർഗത്തിലെത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമുക്ക് എത്താൻ കഴിയൂ? ഒരു കുറ്റപ്പെടുത്തലല്ല. നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, അവരൊക്കെ ഈ ഖുർആൻ കൊണ്ട് അവർ വിജയിച്ചത്, ഈ ഖുർആനിന്റെ ആളുകളായിട്ട് അവർ വിജയിച്ചത്. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, പഠിക്കാൻ സൗകര്യമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവര് കയറിയ ആ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടാകുമോ എന്ന് ഞാനും നിങ്ങൾ പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻഗാമികളായ ഈ രണ്ട് മഹത്തുക്കളുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ മുൻഗാമികളായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുമുള്ള ഏതാനും ചരിത്ര സംഭവങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. അവർക്ക് ഇസ്ലാമിൽ ഒരുപാട് സ്ഥാനമുണ്ട്. പക്ഷെ ഒരിക്കലും അവർ പ്രവാചകന്മാരോ മഅസൂമീങ്ങളോ അല്ല, അഥവാ പാപ സുരക്ഷിതത്വം നേടിയവരല്ല. അവരുടെ ജീവിതത്തിലും മാനുഷികമായ ചില പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതം അറിയുന്നതോടൊപ്പം തന്നെ അവരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. നല്ല സുന്ദരമായൊരു ഭരണം കാഴ്ചവെക്കുന്നത് ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാനായി ഏൽപ്പിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മിഹ്റാബിന്റെ ഭാഗത്തേക്ക് വന്ന് നമസ്കാരം തുടങ്ങി. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു. ആ സമയത്താണ് ഇസ്ലാമിന്റെ ശത്രുവായ ഈ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി ലഅനത്തുല്ലാഹി അലൈഹി അയാള് തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച കടാരയെടുത്തുകൊണ്ട്, ഇരുതല മൂർച്ചയുള്ള കടാരയെടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞാഞ്ഞു കുത്തുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വീണു. പിടിക്കാൻ ചെന്ന സ്വഹാബത്തിൽ പല ആളുകളെയും അയാൾ കൊലപ്പെടുത്തി. പിന്നീട് അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കിടക്കണം. അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ബോധം തിരിച്ചു കിട്ടിയപ്പോ അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയോ? നിസ്കാരം പൂർത്തിയാക്കിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. അത്രയും കാലം അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിച്ച ആൾക്കാരാ.
ഒരു വഖത്ത് പോലും ഒഴിവാക്കിയിട്ടില്ല, ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആ അവസാന നിമിഷം നിസ്കരിച്ചു കൊണ്ടിരിക്കെ മരണപ്പെടുകയാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കെ കുത്തേൽക്കാണ്. ആ സമയത്താണ് ചോദിക്കുന്നത്, കുറച്ചു നേരം ബോധം നഷ്ടപ്പെട്ടപ്പോ ബോധം തിരിച്ചു കിട്ടിയപ്പോഴുള്ള ചോദ്യം, ജനങ്ങൾ നിസ്കരിച്ചോന്നാ. ആ ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മളോട് നമ്മൾ ചോദിക്കണം. ശത്രുവിന്റെ കുത്തേറ്റിട്ടില്ലേ നമ്മൾ? വേറെ പ്രയാസങ്ങളൊന്നുമില്ല. നമ്മുടെ ദുനിയാവിന്റെ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ നമസ്കാരം ഒഴിവാക്കുന്നതെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച അതേ ചോദ്യം, ഉമറിന്റെ കൂടെ അബൂബക്കറിന്റെ കൂടെ റളിയല്ലാഹു അൻഹുമാ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയും? ആ സംഭവം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ചിട്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി ചോദിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി അനുവാദം ചോദിക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും കിടക്കുന്ന ആ ഒരു റൂമിൽ ഈ ഉമറിന് ഒരു സ്ഥാനം തരുമെന്നുള്ളത്. ചോദിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമീർ മുഅ്മിനീൻ ചോദിച്ചു എന്ന് വേണ്ട, ഉമർ ചോദിച്ചു എന്ന് മതി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ചെന്നിട്ട് ചോദിക്കണം. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനത് എനിക്ക് വേണ്ടി, ഞാൻ മരിച്ചാൽ ഞാൻ കിടക്കണമെന്ന് വിചാരിച്ച, എന്റെ മയ്യത്ത് ഖബറടക്കണമെന്ന് വിചാരിച്ച സ്ഥലമാണ്. എന്നാലും ഉമർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉമറിനെ അവിടെ ഖബറടക്കാം. അത് വന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. പിന്നീട് ചരിത്രത്തിൽ കാണാൻ പറ്റും, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു തലയണ പോലുള്ള ഒരു സാധനം ഇങ്ങനെ തലയുടെ ഭാഗത്ത് വെച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ രക്തം വന്നുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് തന്റെ അടുത്തുള്ള ആളോട് പറയാണ്, ആ തലയിണയുടെ ഭാഗം ഒന്ന് മാറ്റി, ഞാൻ ഈ മണ്ണിൽ കിടക്കട്ടെ. ഏഴാകാശങ്ങൾക്കപ്പുറത്ത് കൊണ്ട് എന്റെ റബ്ബെന്നെ നോക്കുമ്പോ ഈ മദീന പള്ളിയിൽ ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുന്ന എന്നെ കണ്ടിട്ട്, എന്റെ ശരീരത്തിൽ ഈ മണ്ണ് പുരണ്ടത് കണ്ടിട്ട് എന്റെ റബ്ബിന് എന്നോട് സ്നേഹം തോന്നി, എനിക്ക് സ്വർഗം തന്നാലോ? ആ സ്വർഗത്തിന്റെ ആ സൗകര്യം എനിക്ക് ലഭിച്ചാലോ? ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ കൂടെ നിൽക്കുന്ന സ്വഹാബിമാരെ കരയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ നന്മകൾ ചെയ്തിട്ട് പോലും, അവർ സ്വർഗാവകാശികളാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് പോരാ, എനിക്കൊന്നുകൂടി വേണം, റബ്ബിന്റെ അടുക്കൽ ഇനിയും സ്ഥാനം വേണം. ഈ ഒരാഗ്രഹമായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യ ഇന്ന് വരെ നമ്മളോട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഈ സ്വഭാവം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന്. നമ്മുടെ മക്കൾ പറഞ്ഞിട്ടില്ല, ഉപ്പാ നിങ്ങൾ ഇങ്ങനെ മരിച്ചുപോയ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളും പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ ജീവിതത്തിൽ നമ്മളും സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോഴുള്ള ഈ ജീവിതം കൊണ്ട് നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സ്വർഗം നേടിയെടുക്കുന്ന ആളുകളെ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.